പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മുസ്ലിങ്ങളുടെ ഗുണകാംക്ഷികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ ഈ പറഞ്ഞ ആളുകളെയൊക്കെ, ലീഗിനെ എതിർക്കുന്ന ആളുകളെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഹായിക്കുന്ന എന്തുകൊണ്ടെന്നറിയാം? ഇപ്പുറത്ത് ലീഗ് ഉള്ളതുകൊണ്ടാണ്. ലീഗ് ഇല്ലാതെ ആയാൽ ആരെയും ആ പാർട്ടി തിരിഞ്ഞു നോക്കൂല. ഇപ്പുറത്ത് ലീഗ് ഉണ്ട് പരിഗണിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് അപ്പുറത്ത് ജലീൽ പരിഗണിക്കപ്പെടുന്നത്. ഇപ്പുറത്ത് റഹീംമാർ വേറെ കുറേ ഉള്ളത് കൊണ്ടാണ് അപ്പുറത്ത് റഹീം പരിഗണിക്കപ്പെടുന്നത്. ഇപ്പുറത്ത് അബ്ദുറഹ്മാനും അൻവർമാരും ഉള്ളത് കൊണ്ടാണ് അപ്പുറത്ത് അവരൊക്കെ പരിഗണിക്കപ്പെടുന്നത്. ഇപ്പുറത്ത് ലീഗ് ഉള്ളതാണ് അവരുടെയൊക്കെ ബലം എന്ന് പറയണത്. മറ്റെവിടെയും പോകണ്ട, നിങ്ങൾ ബംഗാളിലേക്ക് പോയാൽ മതി. ബംഗാൾ ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ അജയ് മുഖർജിയുടെയും സിദ്ധാർത്ഥ ശങ്കറയുടെ ഒക്കെ മന്ത്രിസഭയിൽ ലീഗും മുസ്ലിം സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. അക്കാലത്ത് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് പെരുന്നാളായിരുന്നു. പക്ഷെ എന്താ, ഈ പറഞ്ഞ പോലെ കുറച്ച് ഉസ്താദന്മാർ തന്നെ ആദ്യം വന്ന് അവർ വന്നിട്ട് എന്താക്കി, ഈ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞ് മുസ്ലിം സമൂഹത്തിൻ്റെ കോർഡിനേഷൻ തകർത്തു. കോർഡിനേഷൻ തകർത്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തായി, കലാകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. 1-2 വർഷമല്ല, 1-2 ടേമല്ല. ഇപ്പോൾ കേരളത്തിൽ 2ാം ടേമാണ് വന്നത്. കേരളം ബംഗാളിൻ്റെ വഴിയെ സഞ്ചരിക്കും എന്നാണ് ആളുകൾ പറയണത്. പക്ഷെ അതിന് കുറച്ച് പണിയുണ്ട്. ഉണർന്നിരിക്കുന്നൊരു സമുദായം ഇവിടെ ഉണ്ട്. അപ്പോൾ വല്ലാണ്ട് അടിമകളാക്കാൻ പറ്റൂല ബംഗാൾ പോലെ. എന്താ അറിയോ, ബംഗാളിൽ അങ്ങനെ 1-2 ടേമല്ല, 35 കൊല്ലം 7 ടേമാണ് ആ നാട് ഭരിച്ചത്. ആ നാട് ഭരിച്ചപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? കേരളം പോലെ തന്നെ മുസ്ലിം ജനസാമാന്യമുള്ള 27% മുസ്ലിങ്ങളുടെ 2.5 കോടി മുസ്ലിങ്ങളുടെ സ്ഥലമാണ് ബംഗാൾ. പൂർവ്വ പ്രതാപത്തിൻ്റെ ഒരുപാട് കഥകൾ പറയാനുണ്ട് അവർക്ക്. ബംഗാളിലെ നവാബുമാരുടെ നിസാമുമാരുടെ കഥകൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ആ സമൂഹത്തെ എന്താക്കി മാറ്റി? 35 കൊല്ലം കത്തിക്ക് മാത്രം കുത്തുന്ന അടിമകളാക്കി മാറ്റി. അതിന് കുറേ ഉസ്താദന്മാർക്ക് പണിയെടുത്തിട്ടുണ്ട്. അടിമകളാക്കി മാറ്റിയപ്പോൾ ആ ജനത സ്വപ്നങ്ങൾ പോലും മരവിച്ച ഒരു ജനതയായിട്ട് മാറി. ഇപ്പം ചരിത്രം വ്യക്തമായിട്ട് പറയുന്നതെന്നറിയോ? ലോകത്തെവിടെയെങ്കിലും മനുഷ്യനെ വലിക്കുന്ന റിക്ഷ വലിച്ച് കുരച്ച് പനിച്ച് വിറച്ച് മരിച്ചു പോകുന്ന ഒരു ജനവിഭാഗം 99.9% മുസ്ലിം ജനവിഭാഗം, അത് ബംഗാളിലാണ്. മുസ്ലിങ്ങൾക്ക് നല്ലതിനാണ്, ഗുണകാംക്ഷികളാണെന്ന് പറഞ്ഞിട്ട് 35 കൊല്ലം നാട് ഭരിച്ച ചെങ്കൊടി, അത് ആ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് ബാക്കി വെച്ചതാണ് ഞാനീ പറഞ്ഞത്. ഇപ്പം മമതയുടെ കാലത്ത് ആ സാധുക്കളൊന്ന് വീർപ്പ് വിട്ടിട്ട് പുറത്ത് പോയിട്ട് ഒന്ന് ശ്വാസം വിട്ടിട്ട് പുറത്ത് പോയിട്ട് പണിയെടുത്തിട്ട് കുടുംബം പറ്റുന്നു. അതിന് പോലും കഴിയാത്ത വിധമാണ് ഒരു ജനതയുടെ സ്വപ്നങ്ങളെ മുഴുവൻ ഞെരിച്ചമർത്തിയിട്ട് അടിമകളാക്കി വെച്ചത്. അതുപോലെ കേരളമാക്കണം. പക്ഷേ അതിനെന്താ തടസ്സം? മുസ്ലിം സംഘശക്തിയാണ്. അതിനെന്ത് വേണം? മുസ്ലിം സംഘശക്തി തകരണം. അതിനെന്താ വേണ്ടത്? പുറത്തുനിന്ന് തകർക്കാൻ കഴിയില്ല. അതിനെന്ത് വേണം? അകത്തുനിന്ന് ആളെ കൊണ്ടത് തകർപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് മനസ്സിലാക്കണം. നിങ്ങളൊക്കെ ഈ പറയുന്ന ആളുകളൊക്കെ വിവരം വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ബംഗാളിലേക്ക് നോക്കിയാൽ മതി. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് അനുഗുണമായിട്ട് ഒരുപാട് അവകാശങ്ങളും അധികാരങ്ങളൊക്കെ ഉണ്ട്. അതാരും വകവെച്ച് തരുന്നില്ല. ഒരു സ്ഥലത്തും ആരും തരുന്നില്ല. ആകെ കിട്ടിയത് കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ ആര് വാങ്ങിയതാ? ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരുന്നിട്ട് മുസ്ലിം ലീഗ് പൊരുതി വാങ്ങിയതാണ്. അത് നമ്മൾ പറയും EMS കൊടുത്തത്, ഇയാളെ കൊടുത്തത്. എല്ലാ ആളും ആരും കൊണ്ടുവന്നൊന്നുമല്ല. ബുദ്ധദേവ് ഭട്ടാചാര്യം ജ്യോതിബാസും കൊണ്ടുപോയി കൊടുത്തിട്ടില്ലല്ലോ. നമ്മൾ പൊരുതി വാങ്ങിയതാണ്. 12% സംവരണം നമ്മൾ പൊരുതി വാങ്ങിയതാണ്. 57 EMS തയ്യാറായിരുന്നില്ല തരാൻ. പ്രളയകാലം വരെ സംവരണം തുടങ്ങുന്നത് നടക്കൂലെന്നാണ് പറഞ്ഞത്. അപ്പോൾ CH പറഞ്ഞു, വേണം, നിങ്ങളെ ഏലംകുളം തറവാട്ടം തരാനല്ല പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന പറയുന്ന അവകാശത്താണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങിയതാ മഹാനായ CH. മലബാറിൽ പള്ളികൾ ഉണ്ടാക്കാനുള്ള റെസ്ട്രിക്ഷൻ EMSൻ്റെ കാലത്ത് ആദ്യം CH മുഹമ്മദ് സാഹിബ് അവതരിപ്പിച്ച സബ്മിഷൻ അതായിരുന്നു. പൊരുതി നേടിയതാണ് നമ്മൾ. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം, യതീംഖാനകളുടെ ഗ്രാൻഡ്, അറബി ഭാഷ ഉറുദു പഠനം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, ഇപ്പോൾ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത്. ഇന്ത്യയിൽ മറ്റ് പലയിടങ്ങളിലും മലപ്പുറത്തേക്കാളേറെ മുസ്ലിങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ട ജില്ലകളുണ്ട്. മുസ്ലിം മൈനോറിറ്റി കോൺസെൻട്രേറ്റഡ് ഡിസ്ട്രിക്ട്സ് MCT. 39 പർഗാനയും മുർഷിദാബാദും ഒക്കെ ബംഗാളിലാണ്. അവിടെയൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക പശ്ചാത്തല വിപ്ലവങ്ങൾ സൃഷ്ടിച്ച കേരളം എങ്ങനെയതായത്? മുസ്ലിം ലീഗിനെ കൊണ്ട് മാത്രമാണ്. ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത വിധം മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. അപ്പോൾ പറയും, ഇല്ലല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഗൾഫ് പണമുള്ള ഉണ്ടാകും. എവിടുന്നാ ഗൾഫ് പണം വന്ന്? ഗൾഫ് പണം ഉണ്ടായാൽ സംഗതി നടക്കുമോ?
ഗൾഫ് പണം ഉണ്ടായാൽ സംവരണം കിട്ടുമോ? ഗവൺമെൻറ്റിന് ജോലി കിട്ടുമോ? വിദ്യാഭ്യാസം കിട്ടുമോ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങണ്ടേ? അതിനുള്ള അനുഗുണമായിട്ട് സാഹചര്യം സൃഷ്ടിക്കണ്ടേ? ഗൾഫ് പണം എല്ലാ ആളുകൾക്കും ഉണ്ട്. ഇപ്പം ഗൾഫിൽ പോയി കഴിഞ്ഞാൽ വെറും കേരളക്കാരെ മാത്രമൊന്നുമില്ല നമ്മൾ കാണാം. ഇഷ്ടംപോലെ യു പിയിലുള്ളവരും ബീഹാറിലുള്ളവരും ഗുജറാത്തിലുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത ഒരു സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത് മുസ്ലിം ലീഗിൻ്റെ ഭരണ പങ്കാളിത്തത്തിലൂടെ മാത്രമാണ്. ആരെ നിഷേധിച്ചാൽ നിഷേധിക്കാനാവാത്ത പച്ച പരമാർത്ഥമാണത്. ആ പരമാർത്ഥത്തിൻ്റെ മുകളിൽ ബിദ്ഈകളുടെ ആക്ഷേപം മറ്റൊക്കെ വെച്ചിട്ട് മുസ്ലിം ലീഗിനെതിരെ വന്നാൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇലക്ഷനിൽ ജയിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് ഇതിലും വലിയ തോൽവി എന്നൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് എല്ലാ ആളുകളും. അതുകൊണ്ട് തോറ്റ ഇത് നല്ല സമയമാണ്, എല്ലാവരും കേൾക്കും, അല്ലാണ്ട് ലീഗിനെതിരെ അങ്ങ് പറഞ്ഞാളിയാ എന്ന് ധരിച്ചിട്ട് പറയുന്നത് ആർക്കും ഭൂഷണമല്ല. അവനവൻ്റെ നിൽക്കുന്നിടം തോണ്ടലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി.